കോൺഗ്രസ്സിൽ നമുക്കെപ്പോഴും ദൂരെ നിന്ന് നോക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പാർട്ടിയിലെ ആളുകൾ പറയുമ്പോഴോ ഒരു ദേശീയ തലത്തിലെ നേതൃത്വം ഒരു വല്ലാതെ പതർച്ച നേരിടുന്നുണ്ടോ എന്നൊരു സംശയം. പ്രത്യേകിച്ച് മോഡി BJP ഗവൺമെൻറ് വളരെ ശക്തി ആർജിക്കുകയും കരുത്താർജിക്കുകയും ചെയ്യുമ്പോൾ മറ്റേ സൈഡിലൊരു പതർച്ചയുണ്ടോ? അതുപോലെ തന്നെ ഒരു കോയലീഷൻ സൃഷ്ടിച്ചിട്ട് ഒരു സ്റ്റേറ്റ് പിടിച്ചെടുക്കുന്നതിൻ്റെ അകത്തൊക്കെ ഒരു സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ പരാജയമുണ്ടോ? BJP ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇന്ന് അക്രോസ് ദ വേൾഡ് കാണുന്ന കുറേ ഗവൺമെൻറ്റുകളുടെ ഒരു പ്രതിരൂപമാണ്. കാരണം പണ്ട് ഡിക്റ്റേറ്റർഷിപ്പായിരുന്നു, ഫാസിസം ഉണ്ടായിരുന്നു, നാസിസം ഉണ്ടായിരുന്നു, കമ്മ്യൂണിസം തന്നെ വളരെ സ്റ്റാലിൻ്റെ കാലത്ത് വേറെ ലെവലിലേക്ക് പോയി. ഇതൊരു പുതിയ കാലമാണ്. ഇവിടെ പോപ്പുലിസ്റ്റ് ഗവൺമെൻറ്റുകളാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇലക്ടറൽ ഓട്ടോക്രസി എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കൂടിയാണ് ജയിച്ചു വന്നത് ചോദിച്ചാൽ. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ ആണോ നടക്കുന്നത്? തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ അട്ടിമറിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊരു പുതിയ കാലമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, റഷ്യയിൽ അങ്ങനെയാണ്, ടർക്കിയിൽ അങ്ങനെയാണ്, ബ്രസീലിൽ അങ്ങനെയാണ്, ഫിലിപ്പൈൻസിൽ അങ്ങനെയാണ്, ഒരുപാട് ഇപ്പോൾ അമേരിക്കയിലും അങ്ങനെയായി, ഒരുപാട് രാജ്യങ്ങളിൽ അങ്ങനെയായി. പക്ഷേ അതിൻ്റെ മുമ്പിൽ പതറാതെ പിടിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രസ്ഥാനം കോൺഗ്രസുമാണ്. കോംപ്രമൈസിന് തയ്യാറല്ലാതെ ചാലഞ്ചിങ് ആയിട്ട് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞു, കോയലിഷൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാം, മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. കെ കരുണാകരനെ പോലുള്ള പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കൾ ആ കോയലിഷൻ്റെ പ്രസക്തി എന്താണെന്ന് ബോധ്യപ്പെടും. അദ്ദേഹം ഞങ്ങളെയൊക്കെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു യാത്ര പോയപ്പോൾ കോയലിഷൻ എന്താണ് എന്നോട്, ഞാനിങ്ങനെ ഈ ചെറിയ ചെറിയ പാർട്ടികളിലേക്ക് UDF കൊണ്ടുവരുന്നതിനെ കുറിച്ച്, ഞാൻ കോളേജിൽ പഠിക്കുക, ലോ കോളേജ്, അദ്ദേഹം ഗുരുവായൂരിലേക്ക് കൊണ്ടുപോയി കാറിൽ. അപ്പോൾ ഞാനിങ്ങനെ പരിഭവം പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമാണ്, UDF എന്ന് പറഞ്ഞാൽ കുറേ നിങ്ങൾ കാണുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, ഈ UDF LDF തമ്മിലുള്ള വ്യത്യാസം 1.5 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ചില വ്യക്തികൾ വേണ്ടി വരും. അപ്പോൾ അദ്ദേഹം ബാലകൃഷ്ണപിള്ളയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല, ബാലകൃഷ്ണപിള്ള അപ്പുറത്തോട്ട് പോയാൽ കുറേ വോട്ട് അപ്പുറത്തോട്ട് പോകും. ഇവിടെ TM ജേക്കബിൻ്റെ കാര്യം പറഞ്ഞു, കുറേ വ്യക്തികളുടെ KK നായരുടെ കാര്യം പറഞ്ഞു, PR കുറുപ്പിൻ്റെ. ഇതെല്ലാം കൂട്ടി നിർത്തുമ്പോഴാണ് ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത്. ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിനെ ജയിക്കാൻ പറ്റുള്ളൂ. അത് കോയലിഷൻ്റെ മർമ്മം കണ്ടറിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആൾ. ഞാനിപ്പോൾ അന്ന് അദ്ദേഹം ഇരിക്കുന്ന പൊസിഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കും, അത് ഒരു ഗുരുമന്ത്രം പോലെ എൻ്റെ ചെവിയിലേക്ക് തൊട്ടടുത്തിരുന്ന് അദ്ദേഹം പറഞ്ഞു തന്ന ഒരാളാണ്. ഞാനത് പ്രാവർത്തികമാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്ന ഒരാളാണ്.